മുഴുവൻ നിശ്ചലമാക്കാൻ പോകുന്ന ആ മഹാപ്രതിസന്ധിയുടെ പൂർണ്ണമായ കഥ ഇവിടെ തുടരുകയാണ്. നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത് കേവലം വിദേശകാര്യ വാർത്തകളിലെ ഏതാനും വരികളല്ല, മറിച്ച് ഭൂഗോളത്തിന്റെ ആധിപത്യം ആരുടെ കൈകളിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ ആദ്യ ചുവടുകളാണ്. ഒരു വശത്ത് അമേരിക്ക എന്ന ലോകത്തെ ഒരേയൊരു വൻ ശക്തി, മറുവശത്ത് റഷ്യ എന്ന തന്ത്രശാലിയായ പഴയ സിംഹം. അമേരിക്കയെ പൂർണ്ണമായും ചാമ്പലാക്കാനും അവരുടെ ആഗോള സ്വാധീനം കടപുഴക്കിയെറിയാനും മോസ്കോയിൽ ഒരു വമ്പൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാവുകയാണ്. ഈ കളിയിൽ റഷ്യ ഒറ്റയ്ക്കല്ല. കിഴക്കിലെയും പടിഞ്ഞാറിലെയും വമ്പൻ ശക്തികളെ ഒരൊറ്റ നൂലിൽ കോർത്തെടുത്ത് അമേരിക്കക്കെതിരെ തിരിച്ചുവിടുന്ന അസാധാരണമായ ഒരു നീക്കമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ വിപണികളിൽ ഒന്നായ ഇന്ത്യയെ സ്വന്തമാക്കാൻ അമേരിക്ക, റഷ്യ, ഫ്രാൻസ് എന്നീ സൈനിക ശക്തികൾ തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ മത്സരത്തിന് അപ്രതീക്ഷിതമായ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് മുന്നിൽ റഷ്യ വെച്ചിരിക്കുന്ന പുതിയ Su-57 നിർദ്ദേശം ഒരു സാധാരണ യുദ്ധവിമാന കരാറല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ അടുത്ത നിരവധി പതിറ്റാണ്ടുകളുടെ ശക്തിയും രാജ്യത്തിന്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയും നിർണ്ണയിക്കാൻ കഴിയുന്ന ഒരു ഗെയിം ചേഞ്ചർ നീക്കമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. എന്തുകൊണ്ടാണ് റഷ്യ ഈ സമയത്ത് ഇത്ര വലിയ ഓഫറുമായി എത്തിയത്? അമേരിക്കയുടെ F-35, ഫ്രാൻസിന്റെ റഫാൽ എന്നിവയെ മറികടക്കാൻ റഷ്യ പയറ്റുന്ന യഥാർത്ഥ തന്ത്രം എന്താണ്? ഇന്ത്യ ഈ ഓഫർ സ്വീകരിച്ചാൽ ഏഷ്യയിലെ സൈനിക ശക്തി സമവാക്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും? കേവലം ഒരു യുദ്ധവിമാന ഇടപാടിനപ്പുറം ലോകരാഷ്ട്രീയത്തെയും ഇന്ത്യയുടെ ഭാവി പ്രതിരോധ നയത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ള നിർണായക നീക്കത്തിന്റെ മുഴുവൻ കഥയാണിത്. 5ാം തലമുറ യുദ്ധവിമാനം വിദേശത്തു നിന്ന് നേരിട്ട് വാങ്ങാനുള്ള സാധ്യത ഇന്ത്യയിൽ ക്രമേണ മങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ പുതിയ നീക്കം. ഇന്ത്യയുടെ പ്രധാന ശ്രദ്ധ ആഭ്യന്തരമായി വികസിപ്പിക്കുന്ന AMCA പദ്ധതിയിലേക്കും അതോടൊപ്പം അടുത്ത തലമുറ സാങ്കേതിക വിദ്യകൾക്കായി യൂറോപ്യൻ പങ്കാളികളുമായി സഹകരണം ശക്തമാക്കുന്നതിലേക്കുമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ ഇന്ത്യയെ വീണ്ടും ആകർഷിക്കാനുള്ള വലിയ ശ്രമമാണ് റഷ്യ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് Su-57 യുദ്ധവിമാനം. മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട ആയുധ ശേഖരവും സാങ്കേതിക വിദ്യയും നിർമ്മാണ ശേഷിയും ഉൾപ്പെടുന്ന ഒരു പൂർണ്ണ പ്രതിരോധ പരിസ്ഥിതി ഇന്ത്യക്ക് കൈമാറണമെന്ന നിർദ്ദേശം റഷ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. റഷ്യയുടെ നിർദ്ദേശത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് വെറും വിമാന വിൽപ്പനയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ്. വിമാന നിർമ്മാണ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, ഇന്ത്യയിൽ തന്നെ നിർമ്മാണ സൗകര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത, ഭാവിയിൽ ഇന്ത്യൻ ആവശ്യങ്ങൾക്കനുസരിച്ച് വിമാനത്തെ നവീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനൊപ്പം അടുത്ത തലമുറ മിസൈൽ സംവിധാനങ്ങളുടെ സംയോജനം എന്നിവയെല്ലാം പാക്കേജിന്റെ ഭാഗമാണെന്നാണ് വിവിധ പ്രതിരോധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പ്രതിരോധ നയങ്ങളുമായി ഈ സമീപനം യോജിക്കുന്നതിനാലാണ് ഇത് ഡൽഹിയുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ഈ പാക്കേജിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് KH-69 സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈൽ. ശത്രുവിന്റെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് കൃത്യമായ ആക്രമണം നടത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈലിന് ഏകദേശം 290 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റഡാറുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ശത്രുവിന്റെ കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ നിർണായക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇതിന് കഴിയും. ആധുനിക യുദ്ധത്തിൽ ആദ്യ പ്രഹരത്തിലൂടെ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനത്തെ ദുർബലമാക്കുക എന്നതാണ് ഇത്തരം സ്റ്റെൽത്ത് ക്രൂയിസ് മിസൈലുകളുടെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ റഷ്യയുടെ പുതിയ തലമുറ R-77M എയർ ടു എയർ മിസൈലും ഇന്ത്യക്കായി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതിനൊപ്പം ഏകദേശം 300 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള R-37M ദീർഘദൂര മിസൈലും ഈ ചർച്ചയുടെ ഭാഗമാണ്. ശബ്ദത്തിന്റെ 6 ഇരട്ടി വേഗതയോട് അടുത്തു സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈൽ ശത്രുവിന്റെ AWACS വിമാനങ്ങളെയും ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കർ വിമാനങ്ങളെയും ലക്ഷ്യമിടുന്നതിനാലാണ് AWACS കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു യുദ്ധത്തിൽ ശത്രുവിന്റെ കമാൻഡ്, നിയന്ത്രണം, നിരീക്ഷണ ശേഷി എന്നിവ തകർക്കാൻ കഴിഞ്ഞാൽ മുഴുവൻ വ്യോമ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റാൻ സാധിക്കുമെന്നതിനാലാണ്
ഇത്തരം ആയുധങ്ങൾക്ക് അതീവ പ്രാധാന്യം ലഭിക്കുന്നത്. റഷ്യയുടെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നത് KH-47M2 കീൻസാൽ ഹൈപ്പർസോണിക് മിസൈലിനെ Su-57 യുദ്ധവിമാനവുമായി സംയോജിപ്പിക്കാനുള്ള സാധ്യതയാണ്. ഏകദേശം 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതും 10 വരെ വേഗത കൈവരിക്കാനാകുന്നതുമായ കിൻസാൽ നിലവിലെ പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും തടയാൻ പ്രയാസമുള്ള ആയുധമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിനൊപ്പം തന്നെ കടൽ കര ലക്ഷ്യങ്ങൾക്കെതിരെ അതിവേഗ ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സിൽക്കോൺ ഹൈപ്പർസോണിക് മിസൈലും ഇന്ത്യക്കുള്ള പാക്കേജിൽ ഉൾപ്പെടുത്തണമെന്ന ചർച്ചകൾ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇവ യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര ആക്രമണ ശേഷിയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. എന്നിരുന്നാലും ഈ നിർദ്ദേശം ഇന്ത്യ ഉടൻ സ്വീകരിക്കുമെന്ന് ഉറപ്പില്ല. മുൻപ് ഇന്ത്യയും റഷ്യയും ചേർന്ന് 5ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കാൻ ആരംഭിച്ച FGFA പദ്ധതി ചെലവ്, സാങ്കേതിക വിദ്യ കൈമാറ്റം, വിമാനത്തിന്റെ പ്രകടനം എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകളെ തുടർന്ന് അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ ശ്രദ്ധ സ്വന്തം AMCA പദ്ധതിയിലേക്കാണ് മാറിയത്. ഇന്ന് ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ നയം വിദേശ വാങ്ങലിൽ നിന്ന് ആഭ്യന്തര വികസനത്തിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ റഷ്യയുടെ പുതിയ ഓഫർ സാമ്പത്തികമായും സാങ്കേതികമായും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തിന്റെ തലത്തിലും ഇന്ത്യ വിശദമായി പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് ഫ്രാൻസുമായി 6ാം തലമുറ യുദ്ധവിമാന സാങ്കേതിക വിദ്യകളിൽ സഹകരിക്കാനുള്ള ചർച്ചകളും ഇന്ത്യക്ക് ദീർഘകാല ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ മനുഷ്യൻ നിയന്ത്രിക്കുന്ന വിമാനങ്ങളോടൊപ്പം ഡ്രോൺ കൂട്ടങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യുദ്ധനിർണയ സംവിധാനം, ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ, അത്യാധുനിക നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധശേഷി എന്നിവ ഉൾക്കൊള്ളുന്ന പുതിയ തലമുറ യുദ്ധവേദികളായിരിക്കും. അതിനാൽ ഇന്ത്യയുടെ ഭാവി നിക്ഷേപങ്ങൾ ഈ മേഖലയിലേക്കാണ് കൂടുതൽ തിരിയുന്നതെന്ന് പല വിദഗ്ധരും വിലയിരുത്തുന്നു. റഷ്യയുടെ പുതിയ Su-57 പാക്കേജ് ഇന്ത്യയെ വീണ്ടും ആകർഷിക്കാൻ നടത്തിയ ഏറ്റവും വലിയ ശ്രമങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. യുദ്ധവിമാനം, ഹൈപ്പർസോണിക് മിസൈലുകൾ, സ്റ്റെൽത്ത് ആയുധങ്ങൾ, സാങ്കേതിക വിദ്യ കൈമാറ്റം, ആഭ്യന്തര നിർമ്മാണം എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഈ നിർദ്ദേശം ഇന്ത്യയുടെ പ്രതിരോധ തീരുമാനങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. എന്നാൽ അന്തിമ തീരുമാനം സാങ്കേതിക വിദ്യയുടെ നിലവാരം, സാമ്പത്തിക പ്രായോഗികത, തന്ത്രപരമായ സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ ലക്ഷ്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതിനാൽ Su-57 ഇന്ത്യയുടെ വ്യോമസേനയുടെ ഭാഗമാകുമോ അതോ ഇന്ത്യ സ്വന്തം AMCAയിലും ഭാവിയിലെ 6ാം തലമുറ പദ്ധതികളിലുമാണ് മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ എന്നത് വരും മാസങ്ങളിൽ കൂടുതൽ വ്യക്തമായേക്കും. എന്നാൽ റഷ്യയുടെ ഈ തന്ത്രങ്ങൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. യൂറോപ്പിലെ യുദ്ധഭൂമിയിലേക്ക് നോക്കുമ്പോഴാണ് റഷ്യയുടെ ആഗോള അച്ചുതണ്ടിന്റെ യഥാർത്ഥ ഭീതിപ്പെടുത്തുന്ന രൂപം പുറത്തു വരുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്കപ്പുറത്തേക്ക് വളർന്ന് ഇപ്പോൾ അത് ആഗോളതലത്തിലുള്ള വൻ ശക്തികളുടെ ചേരിതിരിവുകളിലേക്ക് വഴിമാറിയിരിക്കുന്നു. യുക്രൈൻ തലസ്ഥാനമായ കൈവിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ലോകരാഷ്ട്രങ്ങളെയാകെ ഞെട്ടിപ്പിക്കുന്നതാണ്. റഷ്യൻ സേനയെ സഹായിക്കാനായി 50,000-ഓളം ഉത്തര കൊറിയൻ സൈനികരെ റഷ്യൻ മണ്ണിൽ വിന്യസിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഓഗസ്റ്റ് 8-ന് എക്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അദ്ദേഹം ഈ സുപ്രധാന വിവരം പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര സുരക്ഷാ സംവിധാനങ്ങളെയും സന്തുലിതാവസ്ഥയെയും തകിടം മറിക്കുന്നതാണ് ഈ പുതിയ സൈനിക കൂട്ടുകെട്ട്. ഈ വർഷം ജൂലൈ മാസത്തിൽ യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗം കണക്കാക്കിയ 30,000 ഉത്തര കൊറിയൻ സൈനികരെന്ന കണക്കിൽ നിന്നുമാണ് ഇപ്പോൾ എണ്ണം 50,000 ആയി ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഈ രഹസ്യ വിവരങ്ങൾ തനിക്ക് എങ്ങനെ ലഭിച്ചുവെന്നതിന്റെ കൃത്യമായ ഉറവിടം വ്ളാഡിമിർ സെലൻസ്കി പരസ്യപ്പെടുത്തിയിട്ടില്ല. റഷ്യൻ പ്രദേശങ്ങളിൽ വിന്യസിക്കപ്പെടുന്ന ഈ സൈനികർ യുക്രൈനെതിരെയുള്ള യുദ്ധമുഖത്ത് നേരിട്ട് പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പുറമെ യുക്രൈന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ചില ഉത്തര കൊറിയൻ നിർമ്മിത മിസൈലുകളുടെ അവശിഷ്ടങ്ങളും സാങ്കേതിക തെളിവുകളും യുക്രൈൻ കണ്ടെത്തി കഴിഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ ഈ മിസൈലുകൾ കണ്ടെത്തിയ കൃത്യമായ സ്ഥാനങ്ങൾ യുക്രൈൻ ഭരണകൂടം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക സഹകരണം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഇത് വ്യക്തമാക്കുന്നു.
ഉത്തര കൊറിയയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ പങ്കാളിയാകുന്നത് കേവലം സഖ്യകക്ഷിയെ സഹായിക്കൽ മാത്രമല്ല, മറിച്ച് സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സുവർണാവസരമാണ്. ആധുനിക യുദ്ധമുറികളിൽ നേരിട്ട് പങ്കെടുത്ത് തങ്ങളുടെ സൈനികരുടെ അനുഭവ സമ്പത്ത് വർദ്ധിപ്പിക്കാനാണ് ഉത്തര കൊറിയ ശ്രമിക്കുന്നതെന്ന് സെലൻസ്കി ചൂണ്ടിക്കാണിക്കുന്നു. റഷ്യയിൽ നിന്ന് ഔദ്യോഗിക ലൈസൻസുകളും അതിനൂതനമായ സകലവിധ സൈനിക ഉപകരണങ്ങളും സാങ്കേതിക സഹായങ്ങളും ഈ പങ്കാളിത്തത്തിലൂടെ ഉത്തര കൊറിയ സ്വന്തമാക്കുന്നുണ്ട്. റഷ്യയുടെ ആധുനിക ആയുധ സാങ്കേതിക വിദ്യകൾ ചോർത്താനും സ്വന്തം സൈന്യത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും കിം ജോങ് ഉൻ ഭരണകൂടം ഈ യുദ്ധത്തെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നു. ഇത് ഏഷ്യൻ മേഖലയിലെയും കൊറിയൻ ഉപദ്വീപിലെയും സമാധാനാന്തരീക്ഷത്തെയും ഗുരുതരമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വലിയ പ്രതിസന്ധിയെ നേരിടാൻ യുക്രൈൻ ഇപ്പോൾ ഏഷ്യയിലെ ശക്തമായ മറ്റൊരു രാജ്യമായ ദക്ഷിണ കൊറിയയുടെ സഹായം തേടിയിരിക്കുകയാണ്. സിയോളുമായി കൂടുതൽ അടുത്ത് ഇടപഴകാനും സ്വതന്ത്ര ബന്ധങ്ങൾ ദൃഢമാക്കാനും വ്ളാഡിമിർ സെലൻസ്കി തയ്യാറായി കഴിഞ്ഞു. പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യത്തിൽ യുക്രൈൻ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. നമുക്ക് കുറവുള്ള ഒരു മേഖലയിൽ ദക്ഷിണ കൊറിയയിൽ നിന്ന് പിന്തുണ സ്വീകരിക്കാൻ യുക്രൈൻ വളരെയധികം ആഗ്രഹിക്കുന്നുവെന്ന് സെലൻസ്കി തുറന്നു പറഞ്ഞു. റഷ്യ നടത്തുന്ന വിനാശകരമായ മിസൈൽ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ യുക്രൈൻ വ്യോമസേനയ്ക്ക് അത്യാധുനിക ആയുധങ്ങൾ അത്യാവശ്യമാണ്. ഡ്രോൺ നിർമ്മാണത്തിലും വിതരണത്തിലുമുള്ള സഹകരണത്തിനും യുക്രൈൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. നിലവിലുള്ള ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി യുക്രൈൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ സിയോളിലെ ഭരണാധികാരികളുമായി നിരന്തരം സമ്പർക്കത്തിലാണ്. ഈ ആഗോള പ്രത്യാഘാതങ്ങൾക്ക് തുടക്കമിട്ടത് 2024 ജൂണിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ ചരിത്രപരമായ ഉത്തര കൊറിയൻ സന്ദർശനമാണ്. ഈ സന്ദർശന വേളയിൽ വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ പരമോന്നത നേതാവ് കിം ജോങ് ഉന്നും ചേർന്ന് ഒരു സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഈ കരാറിന്റെ ഏറ്റവും നിർണായകമായ ഭാഗം ഏതെങ്കിലും ഒരു രാജ്യം ബാഹ്യമായ ആക്രമണങ്ങളെ നേരിടുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും പരസ്പര സഹായം നൽകണമെന്ന വ്യവസ്ഥയാണ്. ഈ ഉടമ്പടിയുടെ നിയമപരമായ പശ്ചാത്തലത്തിലാണ് ഉത്തര കൊറിയ തങ്ങളുടെ സൈനികരെ റഷ്യയിലേക്ക് അയക്കുന്ന നടപടിയെ ന്യായീകരിക്കുന്നത്. സഖ്യകക്ഷിക്കുള്ള കടമയായാണ് ഉത്തര കൊറിയ ഈ സൈനിക വിന്യാസത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും ഒരുപോലെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോസ്കോയും ഉത്തര കൊറിയയും ഇപ്പോൾ കൈകോർത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഈ സൈനിക സഹകരണം പ്രായോഗിക തലത്തിൽ ആരംഭിച്ചിരുന്നു. ലഭ്യമായ കണക്കുകൾ പ്രകാരം 2024 മാത്രം റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്ക് ഉത്തര കൊറിയ ഏകദേശം 14,000 സൈനികരെ അയച്ചു കഴിഞ്ഞു. യുക്രൈൻ സൈന്യം റഷ്യൻ അതിർത്തി കടന്ന് കുർസ്ക് മേഖലയിലേക്ക് നടത്തിയ വലിയ തോതിലുള്ള കടന്നുകയറ്റത്തെയും മുന്നേറ്റങ്ങളെയും തടയാൻ റഷ്യയെ സഹായിച്ചത് ഈ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യമാണ്. റഷ്യൻ സൈന്യത്തിന് വലിയൊരു ആശ്വാസമായാണ് ഈ സഹായം ഭവിച്ചത്. ഇതിനു പുറമെ ഈ മാസം യുക്രൈനിന്റെ സൈനിക ഇന്റലിജൻസിലെ ഒരു ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തിയത് ഒരു ഉത്തര കൊറിയൻ മിസൈൽ യൂണിറ്റ് പടിഞ്ഞാറൻ റഷ്യയിലേക്ക് വിന്യസിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. യുക്രൈനെതിരെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾക്കായി 120 ബാലിസ്റ്റിക് മിസൈലുകളും 6 ലോഞ്ചറുകളുമാണ് ഇവർ സജ്ജീകരിച്ചിരിക്കുന്നത്. യുക്രൈൻ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി തങ്ങളുടെ പക്കൽ ഉയർന്ന നിലവാരമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ദൗർലഭ്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ സഹായം നൽകുന്നുണ്ടെങ്കിലും റഷ്യയുടെ അത്യാധുനിക ആക്രമണങ്ങളെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ അത് തികയുന്നില്ല. ഈ ബലഹീനത കൃത്യമായി മനസ്സിലാക്കിയ റഷ്യ തടയാൻ വളരെ പ്രയാസമുള്ള മാരകമായ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈന്റെ നഗരങ്ങളെയും ഊർജ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിടുന്നു. യുക്രൈൻ സ്വതന്ത്ര അന്താരാഷ്ട്ര വിലയിരുത്തലുകൾ പ്രകാരം ദശലക്ഷക്കണക്കിന് പീരങ്കികളും മോർട്ടോർ റൗണ്ടുകളും ബാലിസ്റ്റിക് മിസൈലുകളും ദീർഘദൂര പീരങ്കികളും മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സംവിധാനങ്ങളും ഉത്തര കൊറിയ റഷ്യക്ക് വലിയ തോതിൽ കൈമാറിയിട്ടുണ്ട്. യുക്രൈനിയൻ ജനതയുടെ പ്രതിരോധ നിരയെ തകർക്കാൻ റഷ്യയെ സഹായിക്കുന്നതിൽ ഉത്തര കൊറിയയുടെ ഈ ആയുധ പിന്തുണ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ആഗോള രാഷ്ട്രീയത്തെ പിടിച്ചു നിർത്തുന്ന ഈ വലിയ വെളിപ്പെടുത്തലുകളോട് ബന്ധപ്പെട്ട കക്ഷികളുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾ വന്നിട്ടില്ല.
റോയിട്ടേഴ്സിന്റെ വാർത്താ ഏജൻസിയുടെ ഔദ്യോഗിക അഭ്യർത്ഥനയോട് റഷ്യയിലെ ഉത്തര കൊറിയൻ എംബസി ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കൂടാതെ പ്രവൃത്തി സമയത്തിന് പുറമെയുള്ള സമയമായതിനാൽ ദക്ഷിണ കൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയവും ഈ വിഷയത്തിൽ ഉടൻ തന്നെ പ്രതികരിച്ചിട്ടില്ല. എങ്കിലും ഏഷ്യൻ പസഫിക് മേഖലയിലും യുക്രൈൻ യുദ്ധത്തിലും ഈ പുതിയ വിവരങ്ങൾ വലിയ കോലിളക്കം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. റഷ്യ ഉത്തര കൊറിയ കൂട്ടുകെട്ട് അമേരിക്കയെയും നാറ്റോ സഖ്യകക്ഷികളെയും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. യുക്രൈനിന് ആവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ ദക്ഷിണ കൊറിയ തയ്യാറായാൽ അത് ഏഷ്യൻ രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. റഷ്യ തയ്യാറാക്കിയ ഈ ഭീമൻ ചെസ്സുകളിൽ ഓരോ കരുക്കളും കൃത്യമായി നീങ്ങുകയാണ്. ഒരു വശത്ത് ഇന്ത്യക്ക് അത്യാധുനിക ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യകൾ നൽകി അമേരിക്കൻ സഖ്യത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നു. മറുവശത്ത് ഉത്തര കൊറിയയെ പോലെയുള്ള ആണവ ശക്തികളെ ഒപ്പം നിർത്തി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. അമേരിക്ക കെട്ടിപ്പടുത്ത ഏകധ്രുവ ലോകത്തെ തച്ചുടച്ച് ലോകരാജ്യങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തി വാഷിംഗ്ടണിന്റെ സാമ്രാജ്യത്വത്തെ പൂർണ്ണമായും ചാമ്പലാക്കാനുള്ള റഷ്യൻ മാസ്റ്റർ പ്ലാനിന്റെ വിസിലടിയാണ് ഇപ്പോൾ മുഴങ്ങുന്നത്. അന്തിമ വിജയം ആർക്കൊപ്പമായിരിക്കും? സ്വന്തം AMCA പദ്ധതിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുമോ, അതോ റഷ്യയുടെ ഈ ഗെയിം ചേഞ്ചർ പാക്കേജിൽ വീഴുമോ? ഏഷ്യയിലും യൂറോപ്പിലും ഒരേ സമയം യുദ്ധത്തിന്റെ കൊടുങ്കാറ്റ് വിതയ്ക്കുന്ന ഈ ആഗോള രാഷ്ട്രീയ നാടകം വരും ദിവസങ്ങളിൽ ലോകത്തിന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കും.